എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ജൈത്രയാത്ര എന്ന് ഒരുപാട് വർഷങ്ങളായുള്ള യാത്ര അല്ല, ഇന്നത്തെ യാത്ര ഒരു വല്ലാത്ത യാത്രയായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലിനടുത്ത് അപ്പുപ്പൻ നട എന്ന് പറയുന്നൊരു പേരുകേട്ട ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിനടുത്താണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്ത് ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലം നോക്കിയാൽ നമുക്ക് കടലിൻ്റെ അറ്റം, കടൽ വ്യക്തമായിട്ട് കാണാമെങ്കിൽ ആ അറ്റമൊക്കെ നമുക്ക് കാണാമെങ്കിൽ. അപ്പം നമ്മുടെ ഇവിടെ ഒരു കൊച്ചു വീട്ടിൽ അവരുടെ കിണറ്റിൽ വെള്ളം കോരുന്ന ഉപയോഗിക്കുന്ന കിണറ്റിൽ ഒരു കുഞ്ഞൻ അതിഥി പെട്ടു. അപ്പോൾ അവർ തന്നെ ബക്കറ്റിൽ ആ വെള്ളം കോരുന്ന ബക്കറ്റിൽ ഉയർത്തി നിർത്തിയിരിക്കുന്നതാണ് പറഞ്ഞാൽ നമ്മൾ ആ സ്ഥലത്തെത്തി. സമയം കളയുന്നില്ല, നമുക്ക് നോക്കാം അവിടെ ആ കിണറ്റിൽ ആരാണ് ഉള്ളത് നമുക്ക് നോക്കാം. ഈ കുഞ്ഞു കൂട്ടുകാരിയെ കൂടെ കൊണ്ടുപോയി നമുക്ക് ആ കിണറ്റിലൊന്ന് ഈ കൂട്ടുകാരി ഇറക്കിയ പാമ്പിനെ ഇങ്ങ് എടുക്കാം. ഓക്കെ, നമുക്ക് ഇവിടുത്തെ സാഹചര്യം നിങ്ങൾക്കറിയാം. നമ്മൾ വന്നപ്പോൾ തന്നെ ഉണ്ട് കൊച്ചു കൂട്ടുകാരും കൊച്ചു വീടുകളും. നമ്മൾ സാധാരണ ആൾക്കാരുടെ വീട്ടിലാണ്. ഇവിടെ കിണറ്റിൻ്റെ ആളോടിയൊന്നുമില്ല, അതുകൊണ്ടായിരിക്കാം ഇതിനകത്ത് ഈ അതിഥി വന്ന് പെട്ടുപോകുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, നമുക്ക് അധികം പണി ഉണ്ടാക്കാതെ നമ്മളെ സഹായിക്കാനേ അവർ ഇവിടുത്തെ നാട്ടുകാരെ ചെറുപ്പക്കാരെ ഒരു ഉപകാരം ചെയ്തിട്ടുണ്ട്. കാരണം ഈ വെള്ളം കോരുന്ന ബക്കറ്റിൽ തന്നെ എങ്ങനെയോ അതിനെ കയറ്റി ബക്കറ്റിൽ തന്നെ ഇരിക്കുകയാണ്. അത് ഏകദേശം ഇങ്ങ് മുകളിലിരിക്കുകയാണ്. നമുക്ക് കാണാം, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ ക്യാമറ കണ്ണിലേക്ക് ഒന്ന് ഒപ്പിയെടുക്കാം. ഈ മുകളിൽ ബക്കറ്റിലേക്ക് മുകളിലെത്തിയിട്ടുണ്ട് ഒരു കുഞ്ഞു മൂർക്കൻ, 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു മൂർക്കൻ. എല്ലാവരും കവരരുത്, എല്ലാവരും കവരില്ലേ. അധിക സമയം ഇവിടെ ചിലവഴിക്കുന്നത്, കാരണം ഇനി ഒട്ടനവധി കോളുകൾ നമുക്കുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പ്രേക്ഷകർ, നമ്മുടെ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകരൊക്കെ ഇതുപോലത്തെ ഒട്ടനവധി അതിഥികളെ പരിചയപ്പെട്ടതാണ്. പക്ഷേ ഇതുപോലെ നമ്മുടെയൊക്കെ ഇവിടെ ഈ ക്ഷേത്രത്തിനടുത്ത് ഇവിടെ ഇവർക്ക് വേണമെങ്കിൽ അത് വിശ്വസിക്കാം. ഇത് ഭഗവാന്റെ ആഭരണമായിട്ടോ നാഗമെന്നോ സർപ്പമെന്നോ ഒക്കെ വേണമെങ്കിൽ ഇവർക്ക് വിശ്വസിക്കാം. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പേരുകേട്ട ഒരു ക്ഷേത്രം, ശിവക്ഷേത്രമുണ്ട്. അപ്പുപ്പൻ നട എന്നാണ് ആ ക്ഷേത്രത്തിന് അറിയപ്പെടുന്നത്. ഇവിടുത്തെ ആൾക്കാരൊക്കെ അവിടെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ അതിനെ നോക്കൂ, ഇതിനെ എന്തായിട്ട് വേണമെങ്കിലും അവർക്ക് ആരാധിക്കുകയോ ബഹുമാനിക്കുക, അത് അവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതാണ് സർപ്പമെന്നറിയപ്പെടുന്ന അതിഥി. ഇദ്ദേഹത്തിന് 2 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഫീമെയിൽ, പെണ്ണാണ്. അതുമാത്രമല്ല മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ഈ വീട് കുറച്ച് വീട് കഴിഞ്ഞാൽ ഒരു 250 വീട് കാണും. എത്ര വീടാണ്? 250 മേളിൽ കാണും. 250-500ഓളം വീടുകളുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പറമ്പുകളാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ കടന്ന് വന്ന് വെള്ളം കുടിക്കാൻ അല്ലെങ്കിൽ ഭക്ഷണം തേടി വന്ന സമയത്ത് ഈ ആളോടി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിനകത്ത് പെട്ടുപോയത്. അതുപോലെ പ്രത്യേകിച്ചൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇത് കണ്ടിട്ട് ഒരിക്കലും അനുകരിക്കാൻ ശ്രമിക്കരുത്. ഈ അനുകരിച്ച് കഴിഞ്ഞ 2015 തന്നെ ഏകദേശം 300-ലേറെ ആൾക്കാർക്ക് കേരളത്തിൽ പാമ്പ് കടിയേറ്റു. അതിൽ 18ഓളം പേര് മരണപ്പെട്ടു. അത് പാമ്പിനെ പിടുത്തക്കാരല്ല, പാമ്പ് എന്താണെന്ന് അറിഞ്ഞുകൂടാതെ ഞങ്ങളെപ്പോലുള്ളൊരു ഇതുപോലെ ദൃശ്യമാധ്യമങ്ങളിൽ ചെയ്യുന്നത് കണ്ടിട്ട് പോയി പിടിച്ചിട്ട് മരണം സംഭവിക്കുകയാണ്. ഒരിക്കലും മണ്ടത്തരം കാണിക്കാതിരിക്കുക. കാരണം ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെയൊക്കെ ബൈറ്റ് അല്ലെങ്കിൽ കടി എനിക്ക് ഏറ്റാൽ എനിക്ക് മെഡിസിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം എൻ്റെ ശരീരത്തിൽ ആൻറ്റിബോഡി ഉണ്ടെന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അനുകരിക്കരുത്. ഇതാണ് ഫീമെയിൽ കോബ്ര, അത് സ്പെക്ടിക്കിൾ കോബ്ര അഥവാ നാഗം അഥവാ സർപ്പം സംസ്കൃതമാണ്. അത് ആരാധനയാണ്, ഭഗവാന്റെ ആഭരണമാണ്. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെക്കുക. ഇതൊക്കെ വിശ്വസിക്കുന്നവർക്ക് വിശ്വാസമായിട്ടും വിശ്വസിക്കാത്തവർക്ക് മറ്റു രീതിയിലും കാണുന്നു. ഇതിനെ നമ്മൾ സമയം കളയുന്നില്ല. ഈ അതിഥിയെ നമ്മൾ ബോട്ടിലാക്കി ഈ 2 വയസ്സ് മാത്രം പ്രായമുള്ള 1 മീറ്ററോളം നീളമുള്ള ഈ കുഞ്ഞ് സർപ്പത്തെ എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യം കൊണ്ട് ഇന്ന് സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര തിരുവനന്തപുരം ജില്ലയിൽ മാത്രം നിൽക്കുകയാണ്. കാരണം ഇന്നലെയൊക്കെ ആണെങ്കിൽ ഞാൻ
5 ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഈ 5 ജില്ലകൾ സഞ്ചരിച്ച് ഇന്ന് വെളുപ്പാങ്കാലത്ത് തന്നെ എൻ്റെ വീട്ടിലെത്തുന്നത്. ഇന്ന് എന്തായാലും നമ്മൾ ഏകദേശം 10ലേറെ കോളുകൾ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും 10ഓളം കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. ഇന്നത് 4ാമത്തെ കിണർ തന്നെയാണ്. ഇനിയും അടുത്ത് വിളിച്ചിരിക്കുന്നത് കിണർ തന്നെയാണ്. എന്തായാലും ഇവിടെ ഈ നല്ലവരായ ഇതിന് മുന്നേ ഞാൻ ഇവിടുത്തെ ഈ ഏരിയയിൽ വന്നിട്ടുണ്ട്. കുറച്ച് ഒരു മാളത്തിൽ പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞു. പക്ഷേ പാമ്പല്ലാതെ കുറച്ച് മുട്ടയായിരുന്നു, ചേരയുടെ മുട്ടയായിരുന്നു. അതൊക്കെ എടുത്തപ്പോൾ ഇവർക്ക് എന്നെ അറിയാം. നല്ല അതിനിടയ്ക്ക് കുറച്ച് ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ ഒരു വീട്ടിലൂടെ താഴെ അടുത്ത് വന്നായിരുന്നു. അതിനെയും കിട്ടിയില്ല. അത് മതിൽ പൊളിക്കേണ്ടി വന്നു. അത് കിട്ടാതെ തിരിച്ചു പോവുകയുണ്ടായി. എന്തായാലും ഈ കൊച്ചു ഗ്രാമത്തിൽ അല്ലെങ്കിൽ നല്ല ഗ്രാമ അന്തരീക്ഷത്തിൽ നല്ല ഒരുപാട് കൊച്ചു കൂട്ടുകാരുടെ ഇടയിൽ ഈ ഒരു കൊച്ചു കിണറ്റിൽ വന്ന അപ്പോൾ കൊച്ചെന്ന് പറയുമ്പോൾ വളരെ കൊച്ചു കിണറാണ്. ഒരു 10, 80, 60 അടി 70 അടി ആഴമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കൊച്ചു കിണറ്റിൽ വന്ന് അകപ്പെട്ട ഒരു കുഞ്ഞൻ അതിഥിയെ, ഒരു കുഞ്ഞ് സർപ്പത്തെ, കുഞ്ഞു നാഗത്തെ, കുഞ്ഞു മൂർഖനെ ഇവർ ഉപദ്രവിക്കാതെ നമുക്ക് വേണ്ടി ഏകദേശം 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്യും. പക്ഷേ വിളിച്ച ഉടനെ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല. വിളിച്ച ഉടനെ അദ്ദേഹം പറഞ്ഞ് ബക്കറ്റിൽ കയറിയിരിക്കുന്നത് പെട്ടെന്ന് വരണമെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഒരു കോൾ മാത്രം വെയിറ്റ് ചെയ്തിരിക്കുന്നതല്ല. ഒരു ദിവസം 50ലേറെ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ട് അപ്പോൾ ഇവരെ വിളിക്കുമ്പോൾ വേറൊരു സ്ഥലത്താണെങ്കിൽ എത്താൻ കഴിയില്ല. അപ്പോൾ ഈ നമ്മളെ നല്ലവരായ നാട്ടുകാരും ഈ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകരും ഓർത്തു വെക്കുക. നമ്മൾ അനാവശ്യമായ കാര്യങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ പോയി 1-2 മണിക്കൂർ ക്യൂ നിൽക്കാറുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിലൊരു ആവശ്യം വരുമ്പോൾ നമ്മളൊരു അരമണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. എന്തായാലും നമ്മൾ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. ഇവരോട് ഈ നല്ലവരായ നാട്ടുകാരോട് യാത്ര പറഞ്ഞ് നമ്മുടെ കുഞ്ഞൻ അതിഥിയുമായി അടുത്ത സ്ഥലത്തേക്ക് പുതിയ അതിഥിക്കായി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒളിച്ചിരിക്കുന്ന ആ അതിഥിയെ തേടിയുള്ള യാത്ര തുടങ്ങുന്നു അടുത്ത സ്ഥലത്തേക്ക്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ kaumuditv@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.